രാവിലെ തന്നെ അച്ഛൻ ഇവിടെ ABC ജ്യൂസ് അടിക്കാനായിട്ട് കുറേ ദിവസം കൊണ്ട് കുഞ്ഞിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ABC ജ്യൂസ് വേണമെന്ന്. അതുകൊണ്ട് ഇതാ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ജ്യൂസ് അടിച്ച് ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്തായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഇതാ ജ്യൂസൊക്കെ റെഡിയായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഋതുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഋതുവിന് ഇവിടെ വന്നിട്ട് നല്ല പനി ആയിട്ടുണ്ടായിരുന്നു. പനി ആയതുകൊണ്ട് തല നനച്ചില്ല കേട്ടോ. പനി എന്ന് പറയാൻ പറ്റത്തില്ല, മൂക്കൊലിപ്പായിരുന്നു. അതിൻ്റെ ആയിരുന്നു തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കരച്ചിലും ബഹളവും ഒക്കെ ആൾക്ക് പനിയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ആൾക്ക് പനിയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ. അവൾക്ക് വേറെ ആരും പറ്റില്ല, എൻ്റെ കയ്യിൽ തന്നെ ആൾക്ക് ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇടവും വിലവും വിടില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ ഇതാ നമ്മുടെ ABC ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ്സിന് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒരു ഗ്ലാസ് എനിക്ക് വരുന്നുണ്ട്. നാരങ്ങയും നെല്ലിക്കായും നിങ്ങൾക്കുണ്ടോ? ആ ഉണ്ട്. ഒരേ ഗ്ലാസ് ഇതുണ്ട്. കുടിച്ചോ. നെല്ലിക്കാരൊരു പുളിയുണ്ട്. ഇതിന് വേണം വച്ചിരുത്തേരാ. അല്ല അത് ഇത് നല്ല പുളിയുണ്ട്. ഇത്തിരി പുളിയുണ്ടെങ്കിലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ ഈ നെല്ലിക്കയ്ക്ക് പകരം നമ്മൾ ആപ്പിളാണ് ഇടാറുള്ളത്. പക്ഷേ ആപ്പിൾ നമ്മുടെ ഇല്ല, നെല്ലിക്കയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നെല്ലിക്കിട്ടാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത്തിരി പുളി കൂടുതലായിട്ടുണ്ടെന്ന് മാത്രം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചുകൊണ്ട് ഇത്തിരി ഒരു പുളിയുണ്ട്. പിന്നെ രാവിലത്തെ കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെച്ചാലോ എന്നിങ്ങനെ തോന്നിയത്. അങ്ങനെ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അച്ഛൻ. ചിക്കനും പിന്നെ റൈസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ റൈസിനുള്ളത് ഇതാ കഴുകി അങ്ങോട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും റെസിപ്പി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പാത്രത്തിനകത്ത് കൊള്ളത്തില്ലായിരുന്നു. അരി വെന്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വെന്തും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതു ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കരച്ചിലും ബഹളമൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവും പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഒരടുപ്പത്തോട്ട് ചിക്കനും കൂടെ കറിയൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ ചിക്കനൊന്ന് വേകാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തോട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടിയും വെച്ചിട്ടുണ്ടേ. എന്നെ കണ്ടോണ്ടാ ഞാൻ തട്ടിയിട്ട് ശരിയാവുന്നില്ല, ആള് മാറി. ഋതുവിന് ഇപ്പം ഞാൻ കട്ടിലിൽ അങ്ങനെ കിടത്താറില്ല കേട്ടോ. ഉറക്കത്തിലായാലും ഉണർന്നിരുന്നാലും ശരി തന്നെ. ആളാണെങ്കിൽ എടുത്ത് ചാടിക്കളയും. പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ എടുത്ത് നമ്മളിങ്ങനെ നോക്കി വന്ന് എടുത്ത് ചാടിക്കളയും. അതുകൊണ്ട് പേടിച്ച് അവളെ കട്ടിലിൽ കിടത്താതെ താഴത്ത് പായോ വിരിച്ചോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് കിടത്താറുള്ളത്. ഇവിടെ നമുക്ക് ഷീറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഷീറ്റ് വിരിച്ചിട്ട് അവിടെ ആയിട്ട് ഇരുത്തിയിരുന്നത്. പിന്നെ അച്ഛൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ ഷീറ്റ് വിരിച്ച് ഹോളിൽ കിടത്തി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഉറങ്ങി കാണും. ആ സമയത്ത് ഞാൻ എല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഇത്തിരി വെന്ത് പോയതുകൊണ്ട് ആ ടേസ്റ്റിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ വെക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അരിയാണെങ്കിൽ എന്തോ അങ്ങ് വെന്ത് പോയതോടെ എനിക്ക് ആകെ മൂഡ് പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്തോ കൊള്ളത്തിലായിരിക്കും എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു. പക്ഷേ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പഴം ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടാണ്, പക്ഷേ കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അത് എടുത്തപ്പോഴത്തേക്ക് ഋതു പിന്നെ അതിനകത്ത് കിടന്ന് പിടിച്ചു. അതുകൊണ്ട് ഇത്തിരി മാത്രം അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞനും അച്ഛനും കൂടെ അതാ ഫുഡ് കഴിക്കാൻ പോയി. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഋതുവിനെ ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോയി ഫുഡ് കഴിച്ചത്. പിന്നെ കുഞ്ഞനോട് ഇരുന്നത് കൊണ്ട് മോളെ ഞാൻ അവിടെ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും കൂടെ ഒക്കെ പോയി. ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതും അതും ഇതെല്ലാം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കൂടെ പെട്ടെന്നൊന്ന് കഴുകിയെല്ലാം എടുത്ത് റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉറങ്ങാൻ കിടന്നാലും ഒരു 10-15 മിനിറ്റ് കൂടുതൽ ആൾ ഉറങ്ങാറില്ല. പെട്ടെന്ന് എഴുന്നേക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു. അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഋതുവിന് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവൾക്ക് അങ്ങോട്ട് സെറ്റ് ആവത്തേ ഇല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കരച്ചിലും ബഹളവും പിഴിച്ചിലും ഒക്കെയാണ്. മിക്കപ്പോഴും ചെല്ലുമ്പോൾ അവൾക്ക് പനി പിടിക്കും. ഇനി ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അവൾ മിക്കപ്പോഴും ചെല്ലുമ്പോഴും ഇതൊക്കെ തന്നെ ആയിട്ടോ. രാത്രിയിൽ ഉറങ്ങില്ല അവൾ, ഭയങ്കര കരച്ചില്ല. രാത്രിയിൽ എല്ലാവരുമായിട്ട് ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാൽ കുടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്.
ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥലം മാറുന്നതിൻ്റെയൊക്കെ ആയിരിക്കും അല്ലേ കുട്ടികൾക്ക്. അങ്ങനെ ഇതാ ഒരു ട്രിപ്പ് പാത്രം കഴുകി കഴിഞ്ഞു. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതെല്ലാം കൂടെ ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കഴുകുക കേട്ടോ. ഇവിടുത്തെ വാഷിംഗ് ബേസിൻ കുറച്ച് വലുതാണ്, അപ്പോൾ ഇവിടെ കുറച്ച് നന്നായിട്ട് കഴുകി എടുക്കാൻ പറ്റും. എന്താ അതും കഴുകി പുറത്ത് കൊണ്ട് എന്താ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വെള്ളം തോന്നുന്നു പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് മുകളിലെടുത്ത് വെക്കാം. ഇതൊക്കെ മുകളിലിരുന്ന പാത്രമായിരുന്നു. പിന്നെ ഇതാ ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെട്ടക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ലൈറ്റ് ഇട്ടാലും നല്ല വെട്ടക്കുറവാട്ടോ, അതുകൊണ്ട് കുറച്ച് ഇരുട്ടായിട്ടൊക്കെ ഇരിക്കും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ വഴി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു അമ്മയെ കാണുന്നില്ലല്ലോ, അമ്മ എവിടെ പോയി, എന്ത് പറ്റിയെന്നൊക്കെ. അപ്പം അമ്മയ്ക്കൊന്നും പറ്റിയില്ല, അമ്മ ഇവിടെ ഇല്ല കേട്ടോ. അമ്മ അനീത്തിയുടെ വീട്ടിലാണ്. കഴിഞ്ഞ കുറേ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അനീത്തിയുടെ വീട്ടിലാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണാഞ്ഞത്. അമ്മ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ വരുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടിട്ട് അങ്ങ് പോകാമല്ലോ. പക്ഷേ ഈ ഒരു വരവ് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളിങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മയെ കാണാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.